നമസ്കാരം, എല്ലാവർക്കും ഷീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തിരുവാതിര പുഴുക്കാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ, ഒരു കായ, ഞാനിവിടെ കറിക്കായാണ് എടുത്തിരിക്കുന്നത്, നേന്ത്രക്കായും എടുക്കാവുന്നതാണ്, ഒരു ചെറിയ കഷ്ണം കാച്ചിൽ, 2-3 കൂർക്ക, പിന്നെ ഒരു മീഡിയം സൈസ് ചേമ്പ്, ചെറുചേമ്പ്, പിന്നെ ഒരു 100 ഗ്രാം വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് ഒരു 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 100 ഗ്രാം മുതിര തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. ഒരു ചെറിയ കഷ്ണം കപ്പ, പിന്നെ ഇതിന് അരപ്പിന് വേണ്ട ഒരു അരമുറി തേങ്ങ ചിരകിയത്, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കറിവേപ്പില, ജീരകം, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ ഈ പച്ചക്കറിയും ഈ വൻപയറും മുതിരയും ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം, വൻപയർ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മുതിരയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയും വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചേമ്പ്, കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ, ചേന, കാച്ചിൽ, കൂർക്ക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കായിടാൻ മറന്നു, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സി ജാറിലോട്ട് തേങ്ങ ചിരകിയത് തരി തരിയായിട്ട് അരച്ചാൽ മതി, കൂടുതൽ പേസ്റ്റ് ആക്കണ്ട. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കണ പോലെ. ജീരകം, കുറച്ച് വെള്ളം കൂടി ഇട്ട് അരച്ചെടുക്കും. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ വേവിച്ച് വെച്ച മുതിരയും പയറും വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. നമുക്ക് ഇതിലോട്ട് പച്ചക്കറി വേവിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം, അധികം ഒന്ന് പേസ്റ്റ് ആക്കണ്ട. ഇത് സെമി ഗ്രേവി കറിയാണിത്.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം അരപ്പ് ചേർക്കാം. പിന്നെ അരപ്പും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പുഴുക്കൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇതുപോലെ മതി. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടയാകും. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ മെയിൻ ഐറ്റമാണ് വെളിച്ചെണ്ണ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില. നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.